എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. 2 കടകൾ പൂർണ്ണമായും 6ഓളം കടകൾ ഭാഗികമായും കത്തിനശിച്ചു. കളിപ്പാട്ടങ്ങളും ഫാൻസി സാധനങ്ങളും വിൽക്കുന്ന കടകളിലാണ് തീപിടുത്തമുണ്ടായത്. 8ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ അണച്ചത്. എറണാകുളം ബ്രോഡ്വേയിൽ ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള കോലുത്തറ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടകളിലാണ് പുലർച്ചെ 1 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഫാൻസി ഉൽപ്പന്നങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന കടകളാണ് കത്തിനശിച്ചത്. കൊച്ചിയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 8ഓളം യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറ്റു കടകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൃത്യസമയത്ത് ഫയർഫോഴ്സിനെ വിവരമറിയിക്കാൻ കഴിഞ്ഞതിനാലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതെന്ന് കടയുടമകളിൽ ഒരാളായ നാസർ പറഞ്ഞു. അപ്പോൾ ഇവിടെ സാറ് ആരും ഉണ്ടാകത്താണ്. ഇന്നലെ ഒരു ക്ലീൻ ചെയ്യാൻ ഒരാൾ ഇവിടെ നിന്ന് അയാൾ കണ്ട കാരണം അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് ഫയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ എത്തി 3-3:30യോടെയാണ് തീ അണക്കാൻ പറ്റിയത്. അപ്പോൾ പൂർണ്ണമായി ആ കട കത്തി നശിച്ചു. അതിൻ്റെ മുകളിൽ ഭാഗികമായിട്ടും പോയി, അതിൻ്റെ അപ്പുറത്തും ഭാഗികമായിട്ട് പോയി. ഒരു കോടിക്കണക്കിന് രൂപയുടെ മുതൽ ഈ വാടകക്കാർക്ക് പോയി. അതൊരു 2 മണിക്കോ 3 മണിക്കോ ആയിരുന്നെങ്കിൽ ഈ ആരും ഇല്ല ഇവിടെ. പിന്നെ ഇത് പൂർണ്ണമായി കത്തി തീരും, ആ അവസ്ഥയിലോട്ട് എത്തുമായിരുന്നു. ആരും കാണാനില്ല, പിന്നെ അപകടങ്ങൾ കൂടും. അത് ഈ 12 മണി ആ കച്ചവടം കഴിഞ്ഞ് എല്ലാവരുമായിട്ട് പോയി ഇവിടെ ആൾ ക്ലീൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം അറിയാൻ സാധിച്ചത്. താഴത്തെ നിലയിലെ കളിപ്പാട്ടക്കടയും സമീപമുള്ള കടയും കളിപ്പാട്ടക്കടയ്ക്ക് തൊട്ടുമുകളിലുള്ള ആഭരണക്കടയും പൂർണ്ണമായും കത്തി നശിച്ചു. കളിപ്പാട്ടക്കടയ്ക്ക് സമീപത്ത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് കടകളിലേക്ക് തീ പടർന്നത്. 3 മണിയോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. പിന്നീട് രാവിലെ 7:30യോടെ ഇവിടെ നിന്നും പുക ഉയർന്നെങ്കിലും വീണ്ടും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.